സുഗമാദേവി സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിന്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ ഇസബെല്ലയുടെയും കെവിന്റെയും ഋഷിയുടെയും എല്ലാവരുടെയും ചതി നമ്മളുടെ ഹരിയേട്ടനായിട്ട് എല്ലാവർക്കും മുന്നിൽ പൊളിച്ചെടുക്കുന്ന എപ്പിസോഡാണ് ഇന്ന് വരാൻ പോകുന്നത്. എന്തായാലും ഈ ഹരിയങ്ങള് ഈ അരുന്ധതിയെ കണ്ടിട്ട് നേരെ പോകുന്നത് ചന്ദ്രോത്തേക്കാണ്. അങ്ങനെ ഹരിയങ്ങൾ അവിടെ ചെന്നതും പ്രഭാവതി ആണെങ്കിൽ ഒറ്റയ്ക്കേ ഉള്ളൂ. എന്നിട്ട് ഹരിയങ്ങൾ ചെന്നിട്ട് നന്ദൻ എന്തെന്ന് ചോദിക്കുമ്പം നന്ദൻ റൂമിലുണ്ട്. സിദ്ധാർത്ഥന് ഇവിടെ ഇല്ലേന്ന് ചോദിക്കുമ്പം ഇല്ല, സിദ്ധു അത്യാവശ്യമായിട്ട് പുറത്ത് പോയേക്കാം. ഹരിയേട്ടൻ അരുന്ധതിയുടെ വീട്ടിൽ പോയോന്ന് ചോദിക്കുമ്പം പ്രഭയെ ഞാൻ അരുന്ധതിയുടെ വീട്ടിൽ പോയിരുന്നു, എന്നിട്ട് എന്താ വിശേഷം എന്ന് ചോദിക്കുമ്പം അത് സിദ്ധുവും ദേവികയൊക്കെ വന്നിട്ട് ഞാൻ വിശദമായിട്ട് പറയാം, എന്തായാലും പ്രഭ അവരെ വിളിച്ചിട്ട് വരാൻ പറയാന്ന്. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ ഞാൻ ഇപ്പം തന്നെ സിദ്ധുവിനെയും ദേവികയും വിളിച്ച് പറയാമെന്നും പറഞ്ഞുകൊണ്ട് ഫോണെടുത്ത് ഇവരെ വിളിക്കാനായിട്ട് തുടങ്ങുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ദേവികയാണെങ്കിൽ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് കാറിലോട്ട് കയറുന്ന സമയത്താണ് പ്രഭാവതിയുടെ കോള് വരുന്നത്. അങ്ങനെ ഫോൺ എടുത്തിട്ട് അമ്മയല്ല വിളിക്കണേ, എന്താന്ന് നോക്കട്ടെ മുരളിയേട്ട, ഒരു മിനിറ്റ് നിൽക്കുമെന്ന് പറയുമ്പം മുരളിയാണെങ്കിൽ കാർ ഓഫ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ദേവിക ഫോൺ എടുത്തത് എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം മോളെ ഹരിയേട്ടൻ ഇവിടെ വന്നിട്ടുണ്ട്, മോളോട് വരാൻ പറഞ്ഞു എന്ന് പറയുമ്പം എന്താ അമ്മ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പം ഒന്നും പറഞ്ഞില്ല, നിങ്ങളും കൂടി വന്നിട്ട് പറയാമെന്ന് ഹരിയേട്ടൻ പറയണേ. എന്തായാലും സിദ്ധുവിനെ ഞാൻ വിളിക്കട്ടെ, മോളെ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് എത്താമെന്ന് പറയുമ്പം ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് വരാൻ തുടങ്ങാം അമ്മേ, അധികം വൈകില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ എത്താം, ഹരിയങ്ങളിനോട് അവിടെ ഇരിക്കാൻ പറയാമെന്ന് പറയുന്നു. അങ്ങനെ പ്രഭാവതി ഫോൺ കട്ട് ചെയ്തിട്ട് ഹരിയങ്ങളിനോട് പറയുന്നുണ്ട്, ഹരിയേട്ട ഇപ്പം തന്നെ ദേവിക എത്തും, ഞാനൊന്ന് സിദ്ധുവിനെ കൂടി വിളിക്കട്ടെ എന്നും പറഞ്ഞ് പ്രഭാവതി ഫോൺ എടുത്ത് സിദ്ധാർത്ഥനെ വിളിക്കുമ്പം സിദ്ധാർത്ഥനും ഫോൺ എടുത്തിട്ട് ഞാൻ ഇപ്പം തന്നെ എത്താമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പ്രഭാവതി ആണെങ്കിൽ ഈ ഹരിയങ്ങളിനോട് ചോദിക്കുന്നുണ്ട്, സത്യത്തിൽ അരുന്ധതിയുടെ വീട്ടിൽ പോയിട്ട് എന്താ ഉണ്ടായ ഹരിയേട്ടാന്ന് ചോദിക്കുമ്പം അത് ഞാൻ പറഞ്ഞല്ലോ പ്രഭ, എല്ലാവരും വരട്ടെ എന്നിട്ട് ഞാൻ വിശദമായിട്ട് തന്നെ പറയാമെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിനെയാണ്. അരുന്ധതി ആണെങ്കിൽ ഈ ഹരിയങ്ങൾ പോയതോടുകൂടി ആകെ ടെൻഷനിലാവുന്നുണ്ട്. എന്തിനായിരിക്കും പ്രഭയുടെ ബന്ധുവായിട്ടുള്ള ആ ഒരു ജഡ്ജി ഇവിടെ വന്നത്, ഇതിനെന്തോ ഒരു പ്രശ്നമുണ്ട്, ഇനിയിപ്പോൾ ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി കാണോ. അതുമാത്രമല്ല ഈ നന്ദൻ ഋഷിയെ കൊന്ന കാര്യം പ്രഭാവതി അയാളോട് പറഞ്ഞിട്ടായിരിക്കും അയാൾ ഇവിടെ വന്നേ, ആകെ കൂടി ഒരു സമാധാനം ഇല്ലല്ലോ. ഋഷിയോട് അന്നേ പറഞ്ഞതാ ഇതെല്ലാം അവസാനിപ്പിക്കാൻ, അപ്പം അവൻ കേട്ടില്ല. നന്ദനെ തകർക്കാനാ ഇവര് നോക്കണേ, നന്ദനെ തകർക്കാൻ നോക്കിയിട്ട് അവസാനം ഇവര് തന്നെ തകരും. അങ്ങനെയൊക്കെ ആലോചിച്ചുകൊണ്ട് അരുന്ധതി നേരെ പോണത് ഋഷിയുടെ റൂമിലേക്കാണ്. റൂമിൽ ചെന്നതും ഉറങ്ങിക്കിടക്കുന്ന ഋഷിയെ അരുന്ധതി വിളിച്ചെണിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഋഷി എന്താ അമ്മ, എന്താ പ്രശ്നം, എന്തിനാ അമ്മ എന്നെ വിളിച്ചതെന്ന് ചോദിക്കുമ്പം എടാ ഋഷി ഒരു പ്രശ്നമുണ്ട്, ഇപ്പം ഇവിടെ ആ ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞ ജഡ്ജ് വന്നിരുന്നു. അന്നേരം ഋഷി ചോദിക്കുന്നുണ്ട് ജഡ്ജോ, ഏത് ജഡ്ജ്, അയാൾ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല, എന്തായാലും അയാളുടെ വരവിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്, അയാൾ പ്രഭാവതിയുടെ ബന്ധുവാണ്. അത് കേട്ടതും ഋഷി പറയുന്നുണ്ട് അതിന് പ്രഭാവതിയുടെ ബന്ധുവാണെങ്കിൽ അയാൾ എന്തിനാ നമ്മുടെ വീട്ടിലോട്ട് വന്നതെന്ന് ചോദിക്കുമ്പോൾ അയാൾ നിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചു, പ്രഭാവതി പറഞ്ഞെന്നാ പറഞ്ഞാൽ നിന്നെ കാണാനില്ലാന്ന്, എന്തായാലും നിന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ സഹായിക്കാന്നൊക്കെയാണ് അയാൾ പറയണേന്ന്. അന്നേരം ഈ ഋഷി ചോദിക്കുന്നുണ്ട് എന്നിട്ട് അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറയാനാ, എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ, അത് മാത്രമല്ല നീയാണെങ്കിൽ ഇവിടെ വീട്ടിലുണ്ടെന്നുള്ള സത്യം ഞാൻ അവരിൽ നിന്ന് മറച്ചു വെച്ചേക്കല്ലേ, ഇനിയിപ്പോൾ അന്വേഷണം രൂക്ഷമായിട്ടുണ്ടെങ്കിൽ നിന്നെ എങ്ങനെയായാലും പോലീസ് കണ്ടെത്തും, അതുകൊണ്ട് നമുക്ക് ഈ കളി ഇവിടെ നിർത്താൻ ഋഷി എന്ന് പറയുമ്പം ഇല്ലമ്മേ, ഇത് തുടങ്ങിയത് ഞാൻ ഒറ്റയ്ക്കല്ല, കെവിനും ഇസബെല്ലയും എൻ്റെ കൂടെയുണ്ട്, അവരോടും കൂടി ആലോചിക്കാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പം അരുന്ധതി പറയുന്നുണ്ട് എന്നാൽ നീ വേഗം തന്നെ കെവിനെ വിളിച്ച് വിവരങ്ങൾ പറയാമെന്ന്. അങ്ങനെ ഋഷിയാണെങ്കിൽ ഫോൺ എടുത്ത് കെവിന് വിളിക്കുന്നുണ്ട്. ഇതേസമയം കെവിനാണെങ്കിൽ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഋഷിയുടെ കോൾ വരുന്നത്. കോൾ കണ്ടതും ഇവനിപ്പോൾ എന്തിനായിരിക്കും വിളിക്കണേ, ഇനി ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കാണോ, അല്ലെങ്കിൽ തന്നെ ആകെ പ്രശ്നമാണെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് കെവിൻ ഫോൺ എടുത്തിട്ട് എന്താ ഋഷി എന്ന് ചോദിക്കുമ്പം കെവിനെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയുന്നു. എന്ത് പ്രശ്നമാണെന്ന് ചോദിച്ച് കെവിൻ പേടിയോടുകൂടി ചോദിക്കുമ്പം ഋഷി പറയുന്നുണ്ട് ഇന്ന് പ്രഭാവതിയുടെ ബന്ധുവായിട്ടുള്ള ഒരു ജഡ്ജി ഇവിടെ വന്നിരുന്നു, അതിനെന്താന്ന് ചോദിക്കുമ്പം അത് കുറച്ച് പ്രശ്നമാണ്, അയാൾ നന്ദൻ എന്നെ കൊന്ന കാര്യം അറിഞ്ഞിട്ടുണ്ട്, അയാൾക്ക് എന്തൊക്കെയോ സംശയങ്ങളുള്ളത് കൊണ്ട് അയാൾ ഇവിടം വരെ വന്നത്, ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും കെവിനെന്ന് ചോദിക്കുമ്പം ഞാനിപ്പോൾ തന്നെ അങ്ങോട്ട് വരാമെന്നും പറഞ്ഞ് കെവിൻ ഫോൺ വയ്ക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മുരളിയും ദേവികയും കൂടി ചന്ദ്രോത്തേക്ക് വരാണ്. എന്നിട്ട് മുരളി ചോദിക്കുന്നുണ്ട് ദേവിക ഞാനിവിടെ നിൽക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട മുരളിയേട്ടൻ പോയിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം, ഇവിടെ ഹരിയങ്ങൾ വന്നിട്ടുണ്ട്, എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്, കുറച്ച് സമയം കഴിയുമായിരിക്കും, അതുകൊണ്ട് മുരളിയേട്ടൻ വീട്ടിൽ പോയിക്കോ, ഞാൻ വിളിക്കുമ്പോൾ ഇങ്ങോട്ട് പോകുന്നേച്ചാൽ മതി. എന്നാൽ ശരി ദേവിക എന്ന് പറഞ്ഞുകൊണ്ട് മുരളി പോകുന്നുണ്ട്. പിന്നീട് ദേവിക അകത്തേക്ക് കയറി വന്നതും ഹരിയങ്ങളിനെ കണ്ടിട്ട് ഹരിയങ്ങളെ അങ്ങൾ പോയിട്ട് എന്തായി, അരുന്ധതി മേടത്തെ കണ്ടോന്ന് ചോദിക്കുമ്പം എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം, എന്തായാലും സിദ്ധാർത്ഥനും കൂടി വരട്ടെ എന്നും പറഞ്ഞ് അവർ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് സിദ്ധാർത്ഥൻ വരുന്നുണ്ട്. സിദ്ധാർത്ഥനെ കണ്ടതും ഹരിയങ്ങൾ പറയുന്നുണ്ട് സിദ്ധു നമ്മൾ ഉദ്ദേശിച്ചതുപോലെ ഒന്നുമല്ല കാര്യങ്ങൾ,
നന്ദൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളും അവിടെ അരുന്ധതിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതെനിക്ക് അങ്ങോട്ട് ദഹിക്കണില്ല. ഇതിലെന്തൊക്കെയോ പൊരുത്തക്കേടുകളുണ്ട്. ഒന്നാമത്തെ കാര്യം, നന്ദൻ ഒറ്റയ്ക്കാണ് ഈ ഋഷിയെ ആളൊഴിഞ്ഞ വീട്ടിലേക്ക് കൊണ്ടുപോയെന്ന് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, നന്ദൻ ഒറ്റയ്ക്ക് ഒരു മരിച്ചയാളെ കുഴി വെട്ടി കുഴിച്ചിട്ടു എന്ന് പറയുന്നത് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെ ഞാനിന്ന് അരുന്ധതിയുടെ വീട്ടിൽ ചെന്നപ്പം അരുന്ധതിയുടെ ഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായത് അരുന്ധതിയുടെ മകനെ കാണാണ്ടായതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടോ വിഷമോ സങ്കടമോ പ്രയാസമോ ഒന്നും അരുന്ധതിക്കില്ല. അരുന്ധതി നോർമലായിട്ട് തന്നെയാണ് നിൽക്കണേന്ന്. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് അത് ഹരിയേട്ടന് തോന്നിയതായിരിക്കും. അന്നൊരു ദിവസം ഇവിടെ അരുന്ധതി വന്ന് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടാക്കിയതാന്ന് പറയുമ്പോൾ ഹരിയങ്ങൾ പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അന്ന് ഇവിടെ വന്ന് ഒരുപാട് പ്രശ്നമൊക്കെ ഉണ്ടാക്കിയ ആള് ഇപ്പം ഞാൻ ഋഷിയെ കാണാനില്ലാത്തതിനെ കുറിച്ച് ചോദിച്ചപ്പം ദേഷ്യപ്പെട്ടൊരു വാക്ക് സംസാരിക്കുകയോ അല്ലെങ്കിൽ സങ്കടപ്പെട്ട് എൻ്റെ മകനെ ഒന്ന് കണ്ടെത്തി തന്നെ പറയുകയോ ഒന്നും ചെയ്തില്ല. ഞാൻ അരുന്ധതിയോട് അങ്ങോട്ട് പറഞ്ഞു നമുക്ക് പ്രൈം മിനിസ്റ്ററുടെ ഓഫീസിൽ ബന്ധങ്ങളുണ്ട്, അതുകൊണ്ട് ആ രീതിക്ക് ഋഷിയുടെ അന്വേഷണം ഒന്ന് നടത്തിയാലോ എന്ന് ചോദിച്ചപ്പം അരുന്ധതി അതിന് വലിയ താല്പര്യമൊന്നും കാണിച്ചില്ല. അന്നേരം ദേവിക പറയുന്നുണ്ട് ഇല്ലെങ്കിൽ ആദ്യമൊക്കെ മേഡം ഭയങ്കര പ്രശ്നത്തിലായിരുന്നു, എന്നെ ഒരുപാട് പ്രാവശ്യം വിളിക്കുകയും സമ്മർദ്ദം ചെലുത്തുകയൊക്കെ ചെയ്തതാ ഋഷിയെ എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊടുക്കണം. പിന്നെ ഞങ്ങൾ ഋഷിയെ ഉപദ്രവിച്ചോ എന്നുള്ളൊരു പേടിയൊക്കെ മേഡത്തിന് ഉണ്ടായിരുന്നു. അപ്പം ഹരിയങ്ങൾ പറയുന്നുണ്ട് ഇപ്പം അങ്ങനെയുള്ളൊരു പേടിയോ ബുദ്ധിമുട്ടോ ഒന്നും അവർക്കില്ല. എനിക്ക് തോന്നണേ ഈ നന്ദൻ പറയണതൊന്നും സത്യമല്ല, അതൊക്കെ അവൻ്റെ സങ്കല്പമാണെന്നാണ് തോന്നണേ എന്ന് പറയണം. അന്നേരം പ്രഭാവതി പറയുന്നുണ്ട് ഇല്ല ഹരിയേട്ടാ, അവൻ സങ്കല്പിച്ച് പറയണതൊന്നും അല്ല, ഇതെല്ലാം നടന്ന കാര്യങ്ങളാണെന്ന് പറയുമ്പം ഈ ഹരിയങ്ങൾ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ പ്രഭ തന്നെ പറ ഋഷിനെ ഒറ്റയ്ക്ക് ചുമന്നു കൊണ്ടുപോകാനുള്ള ആരോഗ്യമൊക്കെ നന്ദനുണ്ടോയെന്ന്. അത് കേട്ടതും പ്രഭാവതിയാണെങ്കിൽ ഇങ്ങനെ ആകെ എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുന്നുണ്ട്. കാരണം പ്രഭാവതിക്ക് അറിയാം ഋഷി ഒറ്റയ്ക്കല്ല അതൊന്നും ചെയ്തതെന്ന്. പിന്നീട് കാണിക്കുന്നത് അരുന്ധതിയുടെ വീടാണ്. കെവിനാണെങ്കിൽ അവിടെ വന്നതും അരുന്ധതി എന്നിട്ട് കെവിനോട് പറയുന്നുണ്ട് ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ കെവിൻ ഇത് വലിയ പ്രശ്നമാവുമെന്ന്. നന്ദനാണെങ്കിൽ ഋഷിയെ കൊന്ന കാര്യം അവിടെ തുറന്ന് പറഞ്ഞ സമയത്ത് തന്നെ സത്യങ്ങളെല്ലാം അവരെ അറിയിക്കാമെന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പം നിങ്ങൾക്കല്ലായിരുന്നോ നിർബന്ധം സത്യങ്ങൾ ആരും അറിയരുതെന്ന്. ഇപ്പം എന്തായി, ആ ജഡ്ജ് ഇവിടെ വന്നതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അയാൾ നിസ്സാരക്കാരനൊന്നുമല്ല, ഒരുപാട് കേസ് വാദിച്ചിട്ടുള്ളയാളാണ്, ഒരുപാട് വാദികളെയും പ്രതികളെയും എല്ലാം കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരാൾ കാണുമ്പോൾ തന്നെ അവർ സത്യമാണോ നുണയാണോ പറയണതെന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അയാൾക്കുണ്ട്. അന്നേരം കെവിൻ പറയുന്നുണ്ട് അതിന് ആൻറ്റി എന്തെങ്കിലും വിട്ടു പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വിട്ടൊന്നും പറഞ്ഞില്ല, പക്ഷേ അയാൾക്ക് പല സംശയങ്ങളും ഉണ്ട്, അതെനിക്ക് മനസ്സിലായതാ. ഞാൻ ഭയങ്കര സങ്കടത്തിലാണെന്നാണ് പ്രഭാവതി അയാളോട് പറഞ്ഞിരുന്നത്. പക്ഷെ അയാൾ എന്നോട് ചോദിച്ചു പ്രഭ പറഞ്ഞ ടെൻഷനും വിഷമവും ഒന്നും അരുന്ധതിക്ക് ഇല്ലല്ലോ എന്ന്. അപ്പം തന്നെ എനിക്ക് ആകെ പേടിയായി പോയി. എന്തായാലും ഇത് കൈവിട്ട കളിയാ, ഇനിയും ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും കുടുങ്ങുമെന്ന്. അത് കേട്ടതും ഋഷി പറയുന്നുണ്ട് എന്തായാലും അയാൾ വന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കണം, നീ ആ ഇസബല്ലയെ വിളിച്ച് അതൊന്ന് അന്വേഷിക്കാൻ പറയാമെന്ന് കെവിനോട് പറയുമ്പം കെവിൻ ഫോൺ എടുത്ത് ഇസബല്ലയെ വിളിക്കുന്നുണ്ട്. ഇസബല്ല ഫോൺ എടുത്തതും കെവിൻ നടന്ന കാര്യങ്ങളൊക്കെ ഇസബല്ലയോട് പറയുമ്പം ഇസബല്ല പറയുന്നുണ്ട് കെവിൻ ഇതെല്ലാം കൈവിട്ടു പോകുക എന്നാണ് തോന്നണേ, ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, എനിക്കൊരു പ്രശ്നവും വരാതെ ഞാൻ നോക്കും, നിങ്ങളുടെ കാര്യമൊന്നും എനിക്ക് ഉറപ്പില്ല, എന്തായാലും ഇതിലേക്ക് എൻ്റെ പേര് വലിച്ചിടാൻ ഒക്കൂലാന്ന്. അത് കേട്ടതും കെവിൻ പറയുന്നുണ്ട് എന്താ ബെല്ല നീ ഇപ്പം ഇങ്ങനെ പറയണേ, ഇത്രയും ദിവസം നമ്മളെല്ലാവരും ഒരുമിച്ചല്ലേ ഇതിനു വേണ്ടി നിന്നേ, എന്നിട്ടിപ്പോൾ ഒരു ആപത്ത് വരുമ്പോൾ ഞങ്ങളെ കൈ ഒഴിയുകയാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ നിന്നത് എനിക്ക് പല നേട്ടങ്ങളും ഉണ്ടാവുമെന്ന് കരുതിയ, പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതുപോലെ ഒരു കാര്യം നടന്നുമില്ല, പക്ഷെ എല്ലാം കൈവിട്ട് പോവുകയും ചെയ്തു. അതുകൊണ്ട് ഇനി ഇതും പറഞ്ഞ് എന്നെ നീ വിളിക്കാൻ നിൽക്കണ്ടെന്നും പറഞ്ഞ് ഇസബല്ല ദേഷ്യപ്പെട്ട് ഫോൺ വയ്ക്കുന്നുണ്ട്. അന്നേരം അരുന്ധതി പറയുന്നുണ്ട് കണ്ടില്ലേ ഇസബല്ല പറയണത്, ഇപ്പം ഇസബല്ലയുടെ സ്വഭാവം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഇസബല്ല നന്ദനെയും ദേവികേനെയും അകറ്റിയിട്ട് നന്ദനെ സ്വന്തമാക്കാനാണ് നോക്കിയത്, അത് നടക്കൂലെന്ന് കണ്ടപ്പം അവൾ നിങ്ങളെ കൈവിട്ടു. ഇനി നിങ്ങൾ ഇസബല്ലയെ കണ്ടുകൊണ്ട് ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, എന്തായാലും ഞാൻ പറയുന്നത് പോലെ കേൾക്കുകയാണെങ്കിൽ അതായിരിക്കും നിങ്ങൾക്ക് നല്ലതെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ഹരിയങ്ങളാണെങ്കിൽ എല്ലാ സത്യങ്ങളും ഈ സിദ്ധാർത്ഥനോടും പ്രഭാവതിയോടും പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് നന്ദനോടൊന്ന് സംസാരിക്കണം എന്ന് പറയണോ. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ നന്ദനെ വിളിച്ചുകൊണ്ടിരുന്നുണ്ട്. എന്നിട്ട് നന്ദനോട് ഹരിയങ്ങൾ പറയുന്നുണ്ട് ഞാൻ അരുന്ധതിയുടെ വീട്ടിൽ പോയി അരുന്ധതിയെ കണ്ടിരുന്നു. അന്നേരം നന്ദൻ ചോദിക്കുന്നുണ്ട് എന്തിനാ അങ്ങളെ അങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ തന്നെ ഞാൻ അവരുടെ മകനെ കൊന്നു, ആ വിഷമത്തിലല്ലേ അവരിപ്പോൾ ഇരിക്കണേ, അതിൻ്റെ കൂടെ അങ്കിള് പോയി ഓരോന്ന് ചോദിച്ചാൽ അവർക്ക് ബുദ്ധിമുട്ടാവില്ലേ എന്ന് ചോദിക്കുമ്പം ഹരിയങ്ങൾ പറയുന്നുണ്ട് നീ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല നന്ദ കാര്യങ്ങൾ, ഞാൻ അവിടെ ചെന്ന് ചോദിച്ചിട്ട് അവർക്കൊരു വിഷമം ഉണ്ടായില്ല, ഒരു മകനെ കാണാത്ത സങ്കടമൊന്നും അരുന്ധതിയുടെ മുഖത്ത് ഞാൻ കണ്ടില്ല, എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക ഇപ്പം തന്നെ ഒന്ന് റെഡിയായി വാ, നമുക്കൊരു സ്ഥലം വരെ പോകാം. അന്നേരം
നന്ദൻ ചോദിക്കുന്നുണ്ട് എവിടെ പോകാനാ അങ്കിളേന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞാൻ പറയാം, നീ ഇപ്പോൾ റെഡി ആയിട്ട് പോകാമെന്ന് പറയണം. അങ്ങനെ നന്ദൻ റെഡിയായി വന്നതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് എവിടെ പോകാമെന്ന് ചോദിക്കുമ്പം എനിക്ക് അങ്കിളിൻ്റെ കൂടെ ഒരു സ്ഥലം വരെ പോകണമെന്ന് പറയണം. അന്നേരം പ്രഭാവതി ചോദിക്കുന്നുണ്ട് ഹരിയേട്ട എവിടെ പോകണമെന്ന് ചോദിക്കുമ്പം അതൊക്കെ ഞങ്ങൾ വന്നിട്ട് പറയാം പ്രഭേ, എന്തായാലും ഞങ്ങളിപ്പോൾ അവിടെ വരെ ഒന്ന് പോയിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഈ നന്ദനെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇവർ നേരെ പോകുന്നത് നമ്മളുടെ അരുന്ധതിയുടെ വീട്ടിലോട്ടാണ്. അങ്ങനെ അരുന്ധതിയുടെ വീട്ടിൽ ചെന്ന് ഡോർ ബെല്ല് അടിച്ചതും വേഗം തന്നെ വന്ന് ഡോറ് തുറക്കുന്നത് അരുന്ധതിയാണ്. അന്നേരം അരുന്ധതി ഈ ഹരിയങ്കളിനെ മാത്രമാണ് കാണുന്നുള്ളൂ. ആ സമയത്ത് ഋഷി അകത്തുനിന്ന് വിളിച്ച് ചോദിക്കുന്നുണ്ട് ആരാ അമ്മേ, കെവിനാണോ എന്ന്. അത് നമ്മളുടെ ഹരിയങ്കളാണെങ്കിൽ കൃത്യമായിട്ട് കേൾക്കണമുണ്ട്. പക്ഷേ ഋഷിക്ക് അറിയില്ല ഹരിയങ്കളാണ് വന്നേക്കണേന്ന്. കെവിൻ പോയിട്ട് തിരിച്ചു വന്നതാണെന്ന് വിചാരിച്ചാണ് ഋഷി ഇങ്ങനെ വിളിച്ച് ചോദിക്കുന്നത്. അന്നേരം ഹരിയങ്കൾ ചോദിക്കുന്നുണ്ട് അത് ആരാ അരുന്ധതി എന്ന് ചോദിക്കുമ്പം ആരും ഇല്ല സാറേ എന്ന് പറയണു. ഇല്ല, അവിടെ നിന്ന് ആരോ അമ്മയെന്നും പറഞ്ഞ് വിളിക്കണേ കേട്ടല്ലോ, അത് ആരാന്നാണ് ഞാൻ ചോദിച്ചതെന്ന് പറയുമ്പം അരുന്ധതി ആണെങ്കിൽ നിന്ന് പരുങ്ങുന്നുണ്ട്. ആ സമയത്ത് ഹരിയങ്കൾ നന്ദനെ ഇങ്ങനെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. വേഗം തന്നെ നന്ദൻ മുന്നോട്ട് വന്നതും അരുന്ധതി നന്ദനെ കണ്ട് ആകെ ഷോക്ക് അടിച്ചതുപോലെ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഇന്നത്തോടുകൂടി ഋഷി ജീവിച്ചിരിക്കുന്നുണ്ടെന്നുള്ള സത്യം എല്ലാവരും മനസ്സിലാക്കുന്ന എപ്പിസോഡ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.